ഈ വീടിൻ്റെ ഇപ്പോൾ ഈ മുത്തശ്ശി മുത്തശ്ശി ഉൾപ്പെടെയുള്ളവർ വിധിനായി കാത്തിരിക്കുന്ന വീടിൻ്റെ അവസാനത്തെ വീട്ടിലേക്കുള്ള വരവിനായി കാത്തിരിക്കുമ്പോൾ ആ വീട്ടിൻ്റെ ചുവരുകൾ ചില കഥകൾ പറയുന്നുണ്ട്. ചുവരിൽ കൃത്യമായി മിഥുൻ്റെ സ്വപ്നങ്ങളാണ് അതിൽ മിഥുൻ തന്നെ വരച്ചിട്ടിട്ടുണ്ട്. ആ വരച്ച ചിത്രങ്ങളിൽ ഒരു വീട് കാണാം. ആ വീടിൻ്റെ മുമ്പിൽ നിറയെ ചെടികളും പൂക്കളും ഒക്കെയുള്ള ഒരു വീട്. അങ്ങനെ കളർഫുള്ളായൊരു സ്വപ്നം മിഥുൻ കണ്ടിരുന്നു. ഇപ്പോഴുള്ള വീട് താമസിക്കുന്ന വലിയ ബുദ്ധിമുട്ടുകൾ. ഇപ്പോൾ മറ്റൊരു വീട്ടിലേക്ക് അത്രയധികം ഉറപ്പില്ലാത്തൊരു വീടാണ്. പക്ഷെ മിഥുൻ അങ്ങനെയല്ല. ആ വീട്ടിൽ താമസിക്കുമ്പോഴും നല്ലൊരു വീട് സ്വപ്നം കണ്ടിരുന്നു എന്നാണ് ആ ചിത്രങ്ങളൊക്കെ നമ്മളോട് പറയുന്നത്. അതിൻ്റെ അനീജിൻ്റെയും മിഥുൻ്റെയും പേര് എഴുതി വെച്ചിട്ടുണ്ട്. അതിനിടയ്ക്ക് ഇവരെ ചേർത്ത് കണക്ട് ചെയ്യുന്ന ഹൃദയത്തിൻ്റെ ചിഹ്നമാണ്, സ്നേഹത്തിൻ്റെ ചിഹ്നം കണക്ട് ചെയ്തുകൊണ്ടാണ് ഈ 4 ആളുകളുടെയും പേര് ആ ഭിത്തിയിൽ അവിടെ ചുവരിൽ അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അതെല്ലാം സൂചിപ്പിക്കുന്നത് ഒരു കുടുംബത്തിൻ്റെ ഐക്യവും സ്നേഹവും അവരുടെ വലിയ സ്വപ്നങ്ങളൊക്കെയാണ്. ഈ ചുവർ നമ്മളോട് കഥ പറയുന്ന മിഥുൻ്റെ ഈ സ്വപ്നങ്ങൾക്ക് മരണമില്ല. ആ സ്വപ്നങ്ങൾ അവിടെ ചിത്രങ്ങളിൽ കൂടിയും എഴുത്തുകളിൽ കൂടിയും ഒക്കെ എഴുതി വെച്ചിരിക്കുന്നതാണ്. ഹാപ്പി ബർത്ത്ഡേ ആരുടെയോ ജന്മദിനത്തിന് എഴുതിയതായിരിക്കാം ഹാപ്പി ബർത്ത്ഡേ. അതെല്ലാം മായാതെ ആ ചിത്രത്തിൽ ആ ഭിത്തിയിൽ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോൾ വീടിൻ്റെ ൊക്കെ നിറയെ ചുവരിലേക്ക് വീടിൻ്റെ മുൻവശത്തും കാറുകളുടെയും ലോറികളുടെയൊക്കെ ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. അങ്ങനെ വലിയ സ്വപ്നങ്ങൾ പങ്കുവെക്കുകയും ചെയ്തിരുന്നു. ഫുട്ബോൾ പ്ലെയർ ആകണമെന്നത്, NCC മേഖലയിൽ പ്രവർത്തിക്കണമെന്നുള്ള, അതിൽ KNCC കേഡറ്റ് ആകണമെന്നുള്ള അങ്ങനെ വലിയ സ്വപ്നങ്ങളുള്ള ഒരു കൊച്ചു 13 വയസ്സുകാരനാണ് ദാരുണമായൊരു അന്ത്യം സംഭവിക്കുന്നത്. അത് ഞാൻ സൂചിപ്പിച്ച പോലെ മനുഭവനത്തിൻ്റെ മാത്രം ദുഃഖമല്ല, കേരളത്തിൻ്റെ ആകെ ദുഃഖമാണ്. ഈ വീട്ടിലേക്ക് എത്തുന്ന ഒരു മകൻ നഷ്ടപ്പെട്ടത് കേവലം മനുഭവനത്തിലെ മനുവിനോ അല്ലെങ്കിൽ സുജയ്ക്കോ ഇവിടുത്തെ മുത്തശ്ശിക്കോ മാത്രമല്ല, നാട്ടുകാർക്കെല്ലാം അത്തരത്തിലൊരു ദുഃഖത്തിൽ കൂടി തന്നെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആളുകൾ ഇവിടെ എത്തുന്നവരുടെ മുഖത്തു നിന്ന് ആ ദുഃഖം വായിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്.